സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ, ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PK ഗോൾഡ്, പൂക്കോട്ടുംപാടം. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചോക്കാട്, കോട്ടപ്പുഴ, നെല്ലിയമ്പാടം ആദിവാസി ഉന്നതിയിലെ 15 കുടുംബങ്ങൾക്ക് പട്ടയം കൈമാറി. മുൻ വില്ലേജ് ഓഫീസർ BC ബിജുവും വാർഡ് മെമ്പർ KT മജീദും ചേർന്നാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ദിനമാണെന്ന് ബിജു പറഞ്ഞു. വാർഡ് സഭ വിചാരിച്ചില്ല. സാധാരണ എല്ലായിടത്തും ഒരു വാർഡ് സഭ പറഞ്ഞൊരു 10-15 പേര്. ഇത് ശരിക്കും ഈ ഗ്രാമസഭ അത്ര വലുതായി. സാധാരണ നമ്മുടെ പഞ്ചായത്തിലെ കൂടുന്ന ആ ഹാളിൽ കൂടുന്ന അത്ര ആളുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും നെല്ലിയമ്പാടം ആളുകൾക്ക് പട്ടയം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ കളക്ടറിൽ നിന്നുള്ള കത്തുകൾ വന്നു. പിന്നെ മജീദാക്ക സെലിന മെമ്പർ വളരെയധികം അതിന് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ 10-17 പേർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു SM ബുക്ക് ചെയ്ത് കൊടുക്കണതിന് ഏകദേശം ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി എടുക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 17 പേർക്ക് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമ്മളതിനായിട്ട് ഡെവലപ്പ് ചെയ്തു. ആ സോഫ്റ്റ്വെയർ വെച്ച് കേരളത്തിൽ ഇപ്പോൾ എവിടെയും SM വളരെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം ഒരു 10, 15, 20 പേർക്ക് നമുക്കൊരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ കൊണ്ട് ടൈപ്പ് ചെയ്ത് ഡാറ്റ എൻട്രി മാത്രം നടത്തിയത് അതിൻ്റെ പേപ്പറുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൽ കുറേ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ SM ബുക്ക് ചെയ്താൽ തന്നെ അത് കൊടുക്കേണ്ട പട്ടയം വിതരണം ചെയ്യാനുള്ള അധികാരമുള്ളത് ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാരാണ്. അവിടെ നമുക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ മജീദാക്കേൻ്റെയും സെലീന മെമ്പറിൻ്റെയും ഏറ്റവും കൂടുതലുള്ള ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ ആളുകളെ നമ്മൾ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് പട്ടയത്തിൻ്റെ SM ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഫസ്റ്റത്തെ ഘട്ടം മാത്രമേ ഉള്ളൂ. അത് വർക്ക് കുറച്ചധികം ഉണ്ടെങ്കിലും നമ്മളത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹിയറിംഗ് നടത്തണം. ഇത് പറഞ്ഞാൽ ഒരു 3 മാസം 4 മാസമുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഓരോ നോട്ടീസ് പബ്ലിഷ് ചെയ്യണം, അതിന് ആക്ഷേപങ്ങളുണ്ടോ എന്ന് നോക്കണം. ഇതിന് ഈ കക്ഷികളൊക്കെ ആയിട്ട് മജീദാക്ക എന്തായാലും 2-3 പല പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് എനിക്ക്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട വാർഡിലെ നെല്ലിയാമ്പാടം ആദിവാസി ഉന്നതിയിലെ മൂപ്പൻ രാമകൃഷ്ണൻ, മറ്റു മുതിർന്ന അംഗങ്ങളായ ചന്ദ്രൻ, ചന്ദ്രിക, നീലി, കൃഷ്ണൻ, അമ്മിണി, മാധവി എന്നിവരടങ്ങുന്ന 17 അംഗ കുടുംബങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം വേണമെന്നത്. ഇതിനായി 60 വർഷത്തിനു മുകളിലായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ ഇവരുടെ സ്വപ്നം ഇപ്പോൾ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. മദ്രസയിൽ ചേർന്ന ഗ്രാമസഭയിൽ വെച്ച് 15 പേർക്കുള്ള പട്ടയം വിതരണം ചെയ്തു. ബാക്കി വരുന്ന 2 പേരുടെ ഭൂമി സംബന്ധിച്ചുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന മുറയ്ക്ക് ഇവർക്കും പട്ടയം ലഭിക്കും. കാളികാവ് പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു നെല്ലിയാമ്പാടം. അക്കാലത്ത് ഒട്ടേറെ തവണ ഭൂമിയുടെ രേഖയ്ക്കായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത് വിഭജിച്ച് പുതുതായി രൂപീകരിച്ച ചോക്കാട് ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം 25 വർഷത്തോളമായി ചോക്കാട് പഞ്ചായത്തിലാണ് നെല്ലിയാമ്പാടം ഉന്നതി. നിരവധി തവണ പ്രദേശവാസികൾ പഞ്ചായത്ത് മുതൽ കളക്ടറേറ്റുകൾ വരെ കയറിയിറങ്ങി. ഒരു ഫലമുണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ചോക്കാട് പഞ്ചായത്തിൽ നിരവധി ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും പട്ടയമില്ലെന്ന പേരിൽ ആ പദ്ധതികളെല്ലാം നെല്ലിയാമ്പാടത്തുകാർക്ക് ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ വാർഡംഗം KT സലീന നെല്ലിയാമ്പാടത്തുകാരുടെ വീട് ലഭിക്കുന്നതിനും പട്ടയം ലഭ്യമാക്കുന്നതിനുമായുള്ള ഇടപെടൽ നടത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചോക്കാട് പഞ്ചായത്ത് അധികൃതർക്കെതിരെ ഉന്നതിയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പട്ടയമില്ലെങ്കിലും സമ്മതപത്രം നൽകി. ഇത് പ്രകാരം 6 ലൈഫ് വീടും ITDP ഫണ്ട് ഉപയോഗിച്ച് 8 വീടുകളും നിർമ്മിച്ചു. തുടർന്ന് CPM നേതൃത്വത്തിന്റെ സഹകരണത്തോടെ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ KT മജീദ് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള പ്രയത്നം തുടരുകയും ചെയ്തു. ഭാര്യയായ വാർഡംഗമായിരുന്ന സലീനയുടെയും പ്രവർത്തനത്തിന് പിന്തുണയുമായി ചോക്കാട് വില്ലേജ് ഓഫീസറായിരുന്ന BC ബിജുവും സഹപ്രവർത്തകരും മുന്നോട്ട് വരികയും ചെയ്തതോടെ നടപടിക്രമങ്ങൾക്ക് വേഗം കൈവരികയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനായതെന്ന് പഞ്ചായത്ത് അംഗം KT മജീദ് പറഞ്ഞു. പന്നിക്കോട്ടുമുണ്ട മദ്രസയിൽ നടന്ന ഗ്രാമസഭയിൽ പഞ്ചായത്ത് അംഗം KT മജീദ്, നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന BC ബിജു എന്നിവർ ചേർന്ന് പട്ടയ വിതരണം ചെയ്തു. വില്ലേജ് ഓഫീസർ ബിജുവിനെയും സഹപ്രവർത്തകരെയും മെമ്പർ KT മജീദിനെയും മുൻ മെമ്പർ സലീനയെയും ആദരിക്കുകയും ചെയ്തു. മുൻ മെമ്പർ KT സലീന, പഞ്ചായത്ത് അംഗങ്ങളായ V അൻഷ ബാബു, P ഗിരീഷ് കുമാർ, KV മുനീർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ K സുനിൽ കുമാർ, ഫീൽഡ് അസിസ്റ്റന്റ് KK സുബ്രഹ്മണ്യൻ, UP ഷാനി പ്രകാശ് എന്നിവർ സംസാരിച്ചു. പട്ടയം കിട്ടിയ ഇന്നാണ് പട്ടയം കിട്ടിയത്. കുറെ കാലങ്ങളായാലേ ഈ പട്ടയമില്ലാതെ ഞങ്ങൾ അലഞ്ഞിറക്കി. പന്താടിക്കും തള്ളാരും പട്ടയം കൊടുത്തിക്കണമെന്ന ഓലി പറയണേ. അതൊന്നും കിട്ടിയിട്ടില്ലെന്നു ഞങ്ങൾ പറയും. കല്യാണം വന്നാലും കല്യാണത്തിനും ഒരു സഹായത്തിനും ഇത് കിട്ടിയെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.